നമസ്കാരം. രാഹുൽ മാങ്ങാണ്ടിയുടെ MLA സ്ഥാനം തെറിക്കാൻ പോവുകയാണ്. വെറുതെ അല്ല. നിയമസഭാ സ്പീക്കറായിട്ടുള്ള AN ഷംസീറിന്റെ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ സീരീസ് ഓഫ് പരാതികൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. കാര്യം ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, നിയമസഭാ സാമാജികനാണ് എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ അയാൾ സമൂഹത്തിൽ പെരുമാറേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് നിഷ്കർഷിച്ചിട്ടുണ്ട്. കാര്യം ഒരു MLA ആയതുകൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റില്ലല്ലോ. MLA ആയതിനു ശേഷം ചില പ്രിവിലേജുകൾ കിട്ടും, ചില നിയമ സംരക്ഷണങ്ങൾ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സ്പീക്കർ AN ഷംസീർ ഇദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ വിഷയം കൈമാറുകയും അതിനോടൊപ്പം നിയമോപദേശം തേടിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിയമസഭാ സാമാജികൻ എന്ന പദവി അത് അസാധുവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നത്. നിയമത്തിൻ്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഇപ്പോൾ ഡിറ്റൻഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണുള്ളത്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഗുരുതരമായ കുറ്റങ്ങളാണ്. നിയമസഭാ സാമാജികൻ എങ്ങനെ പെരുമാറണമെന്ന കൃത്യമായ ചട്ടങ്ങളുമൊക്കെ ഉണ്ട്. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതിയോ ആ രീതിയിൽ മൂവ് നടക്കുന്നുണ്ട്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് MLA മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതല്ല. അതിലിപ്പോൾ സ്പീക്കർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരുടെ പാർട്ടിക്ക് ആരെയും പുറത്താക്കാനോ എടുക്കാനോ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു വലിയ പാർട്ടി എന്ന നിലയ്ക്ക് അവരെ പുറത്താക്കി. അതിൽ സ്പീക്കർക്ക് റോളില്ല. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഞങ്ങൾക്കും നിയമത്തിനടി ഉള്ളിൽ നിന്നുകൊണ്ടേ പെരുമാറാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. അത് ആവശ്യമാണല്ലോ. ഇനി എന്ത് എത്തിക്സ് വെച്ച് നോക്കിയാലും സമൂഹത്തിൽ ഇത്രത്തോളം സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിയ ഒരു ജനപ്രതിനിധി, അയാൾ ആ പണിക്ക് യോഗ്യനല്ല എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെയും ആ പദവിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമസഭയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. സ്പീക്കറുടെ അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ മുമ്പ് ഇതിന്റെ പ്രീ ഇൻസിഡൻസ് ഇല്ല. അതായത് ഇതുപോലത്തെ സംഭവങ്ങൾ മുന്നേ ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഒരു കേസൊക്കെ സാമാജികന്മാർക്കെതിരെ ഉയർന്നു വരുന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിയമസഭയിൽ തന്നെ 2 പേർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ സീരീസ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ പീഡന പരാതി, ഗർഭചിത്ര പരാതി എന്ന രീതിയിൽ ഒരു MLAക്കെതിരെയും ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതിൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നിയമോപദേശം തേടിയതിനു ശേഷം അതിനെ അടിസ്ഥാനപ്പെടുത്തി MLA സ്ഥാനം അയോഗ്യനാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്പീക്കറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിയമസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നത്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെവിടെയും തന്നെ കേരളത്തിലെ ഒരു MLA എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ടെലിവിഷൻ ദൃശ്യങ്ങൾ ലോകത്താകമാനം കാണുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ജനപ്രതിനിധികളെ കുറിച്ച്, രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ ലോകം ചിന്തിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ഇനി നിലനിൽക്കാൻ യോഗ്യതയില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഇവനെതിരെ 11 പരാതികൾ പുറത്തേക്ക് വരാനുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയുള്ള ഒരു സീരിയസ് പ്രഡേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിയമസഭാ സാമാജികനായി തുടരാൻ അനുവദിക്കുന്നത് തന്നെ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ കളങ്കമായിട്ടുള്ള സംഭവവികാസമാണ്. ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് തന്നെ നിയമോപദേശം തേടി MLA സ്ഥാനം ഇവനിൽ നിന്ന് അയോഗ്യനാക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചെടുക്കേണ്ടത് ഈ നാടിൻ്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്നു. അതിന് നിയമസഭ നടപടികൾ തുടങ്ങി എന്നറിയുന്നത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടി വരികയാണ്.